AICC-ക്ക് രാജിക്കത്ത് നൽകി കോൺഗ്രസ് വക്താവ് ഗൗരവ് വല്ലഭ്. പാർട്ടിയുടെ ദിശാബോധമില്ലായ്മയിൽ അസ്വസ്ഥനാണെന്നും എല്ലാ ചുമതലകളിൽ നിന്നും രാജിവെക്കുന്നതായും ഗൗരവ് വല്ലഭ് നേതൃത്വത്തെ അറിയിച്ചു. നോബിൾ മാരിക്കാരൻ നമുക്കൊപ്പം ദില്ലിയിൽ നിന്ന്. നോബിൾ മാരിക്കാരൻ, ഗൗരവ് വല്ലഭ് KC വേണുഗോപാലുമായും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുമായും ഒക്കെ അടുപ്പമുള്ള ആളാണല്ലോ. ഇപ്പോൾ രാജിക്കത്ത് നൽകിയത് എന്താണ്? പാർട്ടി വിടുകയാണോ? ഗൗരവ് വല്ലഭ് കോൺഗ്രസിന്റെ വക്താവും കോൺഗ്രസിന്റെ നിലവിലത്തെ ഹൈക്കമാൻഡ് നേതാക്കളുമായി ഏറ്റവും അടുപ്പം പുലർത്തുന്ന നേതാവുമായിരുന്നു. അദ്ദേഹം ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നു എന്നാണ് പാർട്ടി ഇന്ന് പ്രാഥമിക അംഗത്വം ഉൾപ്പെടെ രാജിവെച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. പാർട്ടിയുടെ ദിശാബോധമില്ലായ്മയിൽ അസ്വസ്ഥനാണ് താൻ എന്നും ഈ രാജിക്കത്തിൽ വ്യക്തമാക്കുന്നു. സനാതന വിരുദ്ധ മുദ്രാവാക്യം ഉയർത്താൻ സാധിക്കുന്നില്ല എന്നാണ് ഗൗരവ് വ്യക്തമാക്കുന്നത്. എല്ലാ ചുമതലകളിൽ നിന്നും ഒപ്പം പ്രാഥമിക അംഗത്തിൽ നിന്നും രാജിവെക്കുന്നു എന്നും ഈ കത്തിൽ വ്യക്തമാക്കുന്നു. എക്കാലത്തെയും മോദിയുടെയും അതോടൊപ്പം തന്നെ BJPക്കുമെതിരെ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ശക്തമായ പ്രസ് മീറ്റുകൾ മാധ്യമങ്ങളെ നിരന്തരം കണ്ടുകൊണ്ട് വിമർശനം ഉന്നയിച്ചിട്ടുള്ള നേതാവാണ് ഗൗരവ് വല്ലഭ്. അത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാവാണ് ഇപ്പോൾ എന്താണെങ്കിലും കോൺഗ്രസ് വിട്ടുകൊണ്ട് പോകുന്നു എന്ന് വ്യക്തമാക്കിയിരുന്നത്. കോൺഗ്രസിൽ കഴിഞ്ഞ കുറെ നാളുകളായി വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെടുന്നില്ല എന്നൊരു ആക്ഷേപം അദ്ദേഹത്തിന് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനൊടുവിലാണ് ഇപ്പോൾ ഈ രാജിയിലേക്ക് കാര്യങ്ങൾ കലാശിച്ചത് എന്നും വ്യക്തമാകുന്നത്. ഗൗരവ് വല്ലഭ് അത്തരത്തിൽ വലിയൊരു ക്രൗഡ് പുള്ളറോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നേതാവൊന്നുമല്ല. പക്ഷെ അദ്ദേഹം കോൺഗ്രസിന്റെ വക്താവായി നിരവധി വാർത്താ സമ്മേളനങ്ങൾ ഉൾപ്പെടെ വിളിച്ചുകൊണ്ട് അത്തരത്തിൽ ശ്രദ്ധേയനായ നേതാവാണ്. എന്താണെങ്കിലും അദ്ദേഹം പാർട്ടി വിട്ടു എന്നാണ് ഇപ്പോൾ നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. എങ്ങോട്ടാണ് പോക്ക് എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടത്. BJPയിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയിലേക്കോ. BJPയിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണെന്നാണ് ചില വൃത്തങ്ങൾ വ്യക്തമാകുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം എക്കാലവും വലിയ വിമർശനം മോദിക്കെതിരെയും അതോടൊപ്പം BJPക്കും സംഘപരിവാറിനെതിരെ ഉയർത്തിയ നേതാവായതുകൊണ്ട് തന്നെ BJPയിലേക്ക് പോയേക്കില്ല എന്ന സൂചനയുണ്ട്. പക്ഷേ ഒരു സ്ഥിരീകരണം എങ്ങോട്ടാണ് അടുത്ത പ്രവേശനം എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഇനിയും വരാനുണ്ട്.